ടോപ്പ് ലൈവ് ക്രിക്കറ്റ് മലയാളത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ത്യ ഇംഗ്ലണ്ട് മൂന്നാം ടെസ്റ്റിൽ ഇന്ത്യക്ക് മികച്ച ടോട്ടൽ. രോഹിത് ശർമ്മയുടെയും രവീന്ദ്ര ജഡേജയുടെയും സർഫറാസ് ഖാന്റെയും മികച്ച ഇന്നിംഗ്സുകളാണ് ഇന്ത്യക്ക് മികച്ച ടോട്ടൽ നേടിക്കൊടുത്തത്. തുടക്കത്തിലെ വിക്കറ്റ് വീണെങ്കിലും രോഹിത് ശർമ്മയുടെയും രവീന്ദ്ര ജഡേജയുടെയും ചെറുത്തുനിൽപ്പാണ് പിന്നീട് കണ്ടത്. സ്വന്തം തട്ടകത്തിൽ രവീന്ദ്ര ജഡേജ സെഞ്ചുറി തികച്ചു. എന്നിരുന്നാലും സർഫറാസ് ഖാനെ റണ്ണൌട്ടാക്കി ജഡേജ ഇന്ത്യക്കാരെ നിരാശരാക്കി. 99 റൺസിൽ നിന്ന് ജഡേജ സിംഗിൾ എടുത്ത് സെഞ്ചുറി പൂർത്തിയാക്കാനുള്ള ശ്രമത്തിലാണ് റൺസിനായി തയ്യാറെടുത്തത്. ക്രീസ് വിട്ടിറങ്ങിയ സർഫറാസ് ഖാൻ മാർക്കൂട്ടിന്റെ ത്രോയിൽ റണ്ണൌട്ട് ആവുകയായിരുന്നു. 66 പന്തിൽ 62 റൺസാണ് താരം നേടിയത്. 9 ഫോറും 1 സിക്സും. തികച്ചും പരിചയസമ്പന്നനായ ബാറ്റ്സ്മാൻമാർ ആധികാരികമായി കളിക്കുന്ന പക്വതയാർന്ന ഇന്നിംഗ്സ് ആയിരുന്നു സർഫറാസ് ഖാന്റെ. റണ്ണൌട്ട് ആയില്ലായിരുന്നെങ്കിൽ ഇംഗ്ലീഷ് ബോളർമാർ വെള്ളം കുടിക്കുമായിരുന്നു. താരം അരങ്ങേറ്റത്തിൽ തന്നെ സെഞ്ചുറിയും കുറിച്ചേനെ. പ്രാദേശിക ക്രിക്കറ്റിൽ കളിച്ച് തഴക്കം വന്ന സർഫറാസ് ഖാൻ ഇംഗ്ലീഷ് ബോളർമാർക്കൊന്നും വലിയ വില കൊടുത്തില്ല എന്ന് തന്നെ വേണം പറയാൻ. താരത്തിന്റെ പുറത്താവൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയടക്കം തൊപ്പി വലിച്ചൂരിയാണ് ദേഷ്യം പ്രകടിപ്പിച്ചത്. രോഹിത് ശർമ്മയുടെ തുടക്കത്തിലുള്ള മികച്ച ഇന്നിംഗ്സാണ് ഇന്ത്യക്ക് നട്ടലായത്. 131 റൺസ് എടുത്തു. ജഡേജ പുറത്താവൽ 110 റൺസ് എടുത്ത് ഗ്രീസിൽ തുടരുന്നുണ്ട്. കൂറ്റൻ സ്കോറാണ് രണ്ടാം ദിനം ഇന്ത്യയുടെ ലക്ഷ്യം. ഇത്തരം ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.